ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറെ പ്രകമ്പനം കൊള്ളിച്ച നടിമാരിൽ ഒരാളാണ് സിൽക്ക് സ്മിത. വെളുത്തു തുടുത്ത അടക്കവും ഒതുക്കവുമുള്ള നായികമാർക്കിടയിലേക്കാണ് വാടിലപതി വിജയലക്ഷ്മി എന്ന ഇരുനിറവും വിടർന്ന കണ്ണുകളുമുള്ള സുന്ദരി എത്തിയത്. നായികയാവാനല്ല, നായികയേക്കാൾ മനസ്സിൽ ഇടം പിടിച്ച സർപ്പസുന്ദരിയാവാനാണ് സ്മിത എന്ന പേര് മാറ്റി സിനിമയിൽ അരങ്ങേറിയ താരം ശ്രമിച്ചത്. സൗത്ത് ഇന്ത്യ അതുവരെ കാണാത്ത തരത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സിംബലായി മാറിയപ്പോൾ സിൽക്ക് എന്ന പട്ടപ്പേരും അവരെ തേടിയെത്തി. എന്നാൽ സിനിമാ രംഗം പേരും പ്രശസ്തിയും മാത്രമല്ല, ഒരുപാട് ദുഃഖങ്ങളും അപമാനങ്ങളും കൂടി സിൽക്ക് സ്മിതയ്ക്ക് നൽകിയിരുന്നു. എല്ലാത്തിനുമൊടുവിൽ 18 വർഷം നീണ്ടുനിന്ന സിനിമാ കരിയറും ജീവിതവും അവസാനിപ്പിച്ച് വിഷാദം ബാധിച്ച് പ്രശസ്ത താരം ആത്മഹത്യയിൽ അഭയം തേടുകയായിരുന്നു. അടുത്തിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നൃത്ത സംവിധായികയും നടിയുമായ സുജാത സിൽക്ക് സ്മിതയെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ പങ്കുവച്ചു. സിൽക്ക് സ്മിതയ്ക്കുണ്ടായിരുന്ന അഹങ്കാരി ഇമേജ് അവർ മനഃപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് സുജാത വെളിപ്പെടുത്തിയത്. അതിനവർക്ക് ചില കാരണങ്ങളുണ്ടായിരുന്നു. സിൽക്ക് എന്നും സിനിമയിലെ വലിയ ആളുകളെ ഏറെ വെറുത്തിരുന്നു. പേരും പ്രശസ്തിയും വലിയ സ്ഥാനമാനങ്ങളും ഉള്ളവരെ കാണുമ്പോൾ വളരെ ധിക്കാരപൂർവ്വമാണ് സിൽക്ക് പെരുമാറിയിരുന്നത്. എന്നാൽ അതിന് കാരണം ഇത്തരം വലിയ നിലയിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് അവർ കാലങ്ങളായി നേരിട്ട് വന്നിരുന്ന അപമാനങ്ങളും അതിൽ നിന്ന് അവരുടെ മനസ്സിനേറ്റ മുറിവുകളുമായിരുന്നു. സെറ്റിലെത്തുന്ന പ്രശസ്തരായ വലിയ ആളുകളെ കാണുമ്പോൾ കാലിനു മുകളിൽ കാലിട്ട് അല്പം പുച്ഛത്തോടെയാണ് സിൽക്ക് സ്മിത സംസാരിച്ചിരുന്നത്. അവരോട് ഏതൊരു തരത്തിലുമുള്ള മര്യാദയോ ബഹുമാനമോ കാണിക്കാറുമുണ്ടായിരുന്നില്ല. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും. അത് എത്ര വലിയ നടനായാലും സംവിധായകനായാലും നിർമ്മാതാവായാലും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ ചെറിയ നിലയ്ക്ക് ജോലി ചെയ്യുന്ന ലൈറ്റ് ബോയ്സ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ പോലെയുള്ളവരോട് വലിയ ബഹുമാനത്തിലാണ് സിൽക്ക് പെരുമാറിയിരുന്നത്. മുൻപ് സിനിമയിലെ മേലാളന്മാരിൽ നിന്നുമേറ്റ അപമാനങ്ങൾ കാരണം കുറച്ച് വലിയ നിലയിലുള്ള എല്ലാവരെയും ഒരുപോലെയാണ് സിൽക്ക് സ്മിത കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റിലെത്തിയാൽ അവർ വലിയ ജാട കാണിക്കുമായിരുന്നു. എന്തായാലും സിനിമാ രംഗവും സിൽക്ക് സ്മിതയെ എന്നും കണ്ടില്ലെന്ന് നടിക്കുക തന്നെയാണ് ചെയ്തത്. തകർന്ന പ്രണയവും സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞതും പ്രശസ്ത താരത്തെ കടുത്ത വിഷാദത്തിലേക്ക് തള്ളിക്കളഞ്ഞു. അവസാന കാലത്ത് സിനിമാ രംഗവുമായി വലിയ ബന്ധമൊന്നുമില്ലാതെയാണ് അവർ കഴിഞ്ഞത്. സിൽക്കിന്റെ മരണത്തിനു ശേഷം അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് പോലും സിനിമാ രംഗത്ത് നിന്ന് അധികം പേരും എത്തിയിരുന്നില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.